മനുജ, സർക്കാർ ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ നമ്മൾ പണ്ട് മുതലേ ചർച്ചയിലുള്ളതാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എല്ലാവരും എന്തുകൊണ്ടാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി തേടി പോകുന്നത്? ഒരുപാട് ഉദാഹരണങ്ങൾ. കാരണം അവിടെ കാര്യക്ഷമമല്ല, അല്ലെങ്കിൽ ജീവനക്കാരുടെ രീതി, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവിടെയൊക്കെ നന്നാക്കണമെങ്കിൽ പോലും ഒരാൾ ഇറങ്ങിത്തിരിക്കണം. അതായത് നമ്മൾ സമരങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ അതാണല്ലോ. ഒരു സിസ്റ്റത്തെ നേരെ ആക്കണമെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു സമൂഹമോ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നന്നാവുകയുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ ഒരു പരിധിവരെ ഇത്തരത്തിൽ കുറേ പോരായ്മകളാൽ നിലനിന്നിരുന്നു. അതൊരു രീതിയായിട്ട് മാറിയതോടെ പിന്നെ അതൊരു വിവാദമാകാതെയായി മാറി. ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ പോലും ഉപകരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നത് ഒരു ഡോക്ടർ ഇറങ്ങി തിരിച്ച് അതിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയാം. അതിൻ്റെ ഫലം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതിൽ അത്തോ ക്ലാസ് പ്രോബ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇന്ന് രാവിലെയോടെ ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം എത്തിയിട്ടുണ്ട്. ഇതൊരു വിജയമായി, ഒരു ഫലം. ഇന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ആ ഡോക്ടറിന്റെ ഒരു 2 ദിവസത്തെ മുൻപ് ആ ഡോക്ടറിന് ഇങ്ങനെ FB പോസ്റ്റ് ഇട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം ഇവിടെ കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഏത് സർക്കാർ ആശുപത്രി പോയാലും മനസ്സിലാകും അവിടുത്തെ പോരായ്മ, അവിടുത്തെ ഒരു രീതി. അതായത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയാണ്. അവിടുത്തെ ഡോക്ടർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഡബിൾ ഷിഫ്റ്റ് ഇരിക്കുന്നവരായിരിക്കും. ഇത്രയും വേതനമാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് പേരെയാണ് കാണേണ്ടി വരുന്നത്. അപ്പം മെന്റലി അവർക്ക് ഇത് ഉണ്ടാവും. ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലതവണയും പൊട്ടിത്തെറിക്കേണ്ട വന്ന അവസ്ഥയുണ്ട്. അത് ഗതികേട് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാം, അവിടെ പോയിട്ടുള്ളത് കൊണ്ടും അവിടുത്തെ ചികിത്സാ രീതികൾ കണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്കറിയാം എത്രത്തോളം സ്ട്രെസ്സിലാണ് അവർ പോകുന്നത്. ഇതിനിടെ കൂടെ ഇപ്പം നേരത്തെ പറഞ്ഞ ശസ്ത്രക്രിയയ്ക്ക് ഒരു കത്രിക പോലും ഇല്ലെങ്കിൽ ഒരു അവസ്ഥ, അവർക്ക് കൃത്യമായി അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ എന്തായാലും അതിനൊരു ഫലം കണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം റിമൂവ് ചെയ്യുന്നതിന് മുന്നേ അത് വായിച്ചിരുന്നു. അപ്പം അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നമുക്കിപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അത് റിമൂവ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പിൻവലിച്ചതെന്നും. നമ്മളുടെ സംസ്ഥാനം കേരളം പല വികസന സൂചികകളിലും മുൻപന്തിയിലാണ്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് മുൻപാകെ അല്ലെങ്കിൽ ലോകത്തിന് മുൻപാകെ വെച്ചിരുന്ന കണക്കുകൾ അത് യാഥാർത്ഥ്യമാണോ? അതിലൊരു ക്രോസ് ചെക്കിംഗ് നടന്ന കുറച്ച് ദിവസങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ആരോഗ്യ മേഖല സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരങ്ങളൊക്കെ നടത്തുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയം, അത് ആ സിസ്റ്റത്തിൻ്റെ പരാജയമായി തന്നെ കാണേണ്ടതുണ്ട്. അതായത് നമ്മളുടെ നാട്ടിലുള്ള ഒരു ബഹുഭൂരിപക്ഷം ആളുകളും കൂടി ഒരു 75% മുകളിലുള്ള ആളുകളും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. സർക്കാർ ആശുപത്രികൾ ജനസേവനത്തിനാണ്. ഈ സർക്കാർ ആശുപത്രികളിൽ ഒരു പുതിയ ബെഞ്ചിട്ടാൽ അതുവരെ ഉദ്ഘാടനം ചെയ്യുന്നെത്തുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ MLA മാരോ ഒന്നും തന്നെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നുണ്ടോ, കൃത്യമായി എന്താ പറയുക, റെഡ് ടേപ്പിങ്ങിൽ കുടുങ്ങാതെ ഫയലുകൾ നീങ്ങുന്നുണ്ടോ, അവർക്ക് ആവശ്യത്തിനുള്ള സർജറി ഉപകരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായൊരു ധാരണയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മനോരമ പത്രത്തിലാണെന്ന് തോന്നുന്നു ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം 3 ലക്ഷത്തിന് മുകളിൽ വരും. അതായത് ഓരോ ഫയലിലും ഓരോ ജീവനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ തന്നെയാണ് ഇത്രയുമധികം ഫയലുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുള്ളത്. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എഴുതിയിരുന്ന പോസ്റ്റിൽ തന്നെ അദ്ദേഹം ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു വളരെ സമയമെടുത്ത് അതിന് അപ്രൂവൽ കിട്ടി തിരിച്ചു വരുമ്പോൾ 30,000 രൂപയുടെ സാധനത്തിനാണ് ചോദിച്ചതെങ്കിൽ അത് തിരിച്ചു വരുമ്പോഴത്തേന് സാധനങ്ങളുടെ വില കയറി വീണ്ടും 40,000 രൂപയാവുകയാണ്. അപ്പോൾ അപ്രൂവലായി വന്ന തുക 30,000 ആണെങ്കിൽ വീണ്ടും 10,000 രൂപ എന്ത് ചെയ്യണം? അപ്പോൾ വീണ്ടും പേപ്പർ കൊടുക്കേണ്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും ഇഴഞ്ഞൊരു സിസ്റ്റം, നമുക്കറിയാം നമ്മൾ 1 രൂപ വരെ UPI ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ ഒരു വേഗതയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും എഴുത്തി കുത്തി അല്ലെങ്കിൽ ഇത്രയും അധികം ഉദ്യോഗസ്ഥരെ കൂടി കൺവിൻസ് ചെയ്ത് അവരതിൽ വന്ന് റിപ്പോർട്ടുകൾ തേടിയതിന് ശേഷം മാത്രം കിട്ടേണ്ടുന്നതാണോ ഇത്? പ്രത്യേകിച്ച് ആരോഗ്യ മേഖല പോലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെയുള്ള സാങ്കേതിക കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആവേണ്ടതല്ലേ? ഇതിനകത്ത് എവിടെയാണ് സർക്കാർ ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപനത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുക അത് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു ഖജനാവിൽ കാശില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പോസ്റ്റോട് കൂടി ചർച്ചയായിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ CPM ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും കഴുത്തിന് മുകളിൽ തലയുമായി നടക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്നോവ കാറൊക്കെ വീട്ടിൽ വരേണ്ട സമയമായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായത്. ഇപ്പോൾ പറഞ്ഞ ഒരാൾ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് പക്ഷത്തുള്ള ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇതല്ലായിരുന്നതിൻ്റെ സ്ഥിതി.
അതായത് മീൻ ഇൻട്രൊഡക്ഷനിൽ എഴുതിക്കൊണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ശരത്ത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഞാൻ വളരെ കൃത്യമായി ഓഫീസിൽ വരുന്നുണ്ട്, കഴിഞ്ഞ 360 ദിവസമായിട്ട് ഞാൻ ജോലി എടുക്കുന്നുണ്ട്, ഞാൻ സർക്കാർ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണമെന്ന് ആവശ്യമുണ്ട്, എനിക്ക് ഇത്ര രൂപ സാലറി ഉണ്ട്, പ്രൈവറ്റിൽ പോയി എനിക്ക് ഇതിൽ ഇരട്ടി സാലറി കിട്ടും, പക്ഷേ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചുകൊണ്ടാണ്, ഒരു രൂപ പോലും ഞാൻ അഴിമതി നടത്തിയിട്ടില്ല എന്ന് ഒരു ഡോക്ടർ തൻ്റെ അതോടത്തോടെ നിന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവിടെ അന്വേഷണം നടത്തിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം മെഡിക്കൽ കോളേജുകളിൽ പോയ അവിടെ അനുഭവിച്ചില്ല, അവിടെ 2 ദിവസം കഴിഞ്ഞ് അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ പല ഡോക്ടർമാരും, ഞാൻ അവിടെ ഹാരിസ് ചിറക്കലിനെ പറയുന്ന, പക്ഷേ അങ്ങനെ പറയാൻ കാരണം അങ്ങനെയുള്ളവരുണ്ട് അതിനകത്ത് കൃത്യമായിട്ട്. അതായത് ഇത് തന്നെ ബാധിക്കുന്ന വിഷയമല്ല, ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമല്ല, ഇവിടെ നടന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൈ കഴുകി പോകാം. പക്ഷേ ഹാരിസ് ചിറക്കൽ പറയുന്ന ആലോചിച്ച് നോക്കുക, അവിടെ നേരത്തെ പറയാം പണമില്ലാത്തതിന്റെ കാരണം കൊണ്ട് മാത്രം വന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പ്രതീക്ഷകൾ. നമുക്കറിയാം നമ്മൾ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓരോ ആൾക്കാരെ ഉന്തി വിടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഡോക്ടറെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ കയറ്റി വിടുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നത് വരെ ആ പ്രതീക്ഷ അവർക്കുണ്ട്. ആ ഒരു ഇതാണ് ഹാരിസ് ചിറക്കലിനുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യം. മാത്രമല്ല ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള കാലത്തോളം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ സർജറിക്ക് വേണ്ടി 1 മാസം കഴിഞ്ഞിട്ടും സർജറി നടക്കാതെ അവിടെ വഴിയിൽ കിടക്കുന്നവരുണ്ട്, ഒരു ബെഡ് ഇല്ലാത്തതിന് മേൽ തറയെ കിടക്കുന്നവരുണ്ട്, പുഴുവരിച്ച് കിടക്കുന്നവരുണ്ട്, ഈച്ച കൂനയായിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് മെഡിക്കൽ കോളേജിൽ കയറി നമ്മൾ കാണാത്ത ചിത്രങ്ങൾ. ഞാൻ കോട്ടയംകാരിയാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജാണ്. ഒരുപാട് റെഫറൽസ് കൂടി വരുന്നതാണ്, പ്രത്യേകിച്ച് മലയോര മേഖല തൊട്ടടുത്ത് കിടക്കുന്ന ഇടുക്കിക്കാർ കൂടെ വരുന്നത് കൊണ്ടും നമുക്ക് ഒരുപാട് റെഫറൽസ് എപ്പോഴും വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ജനസംഖ്യ വളരെ കൂടുതലാണ്, അവിടെ വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവിടേക്ക് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിൽ എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും ബുക്കിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ലാബുകളെല്ലാം 10,000 മേടിക്കുകയും ചെയ്യും. സാധാരണക്കാരാളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് ഈ ക്യൂ സിസ്റ്റം ഒക്കെ എടുത്ത് മാറ്റേണ്ടെന്നല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ സർക്കാർ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് ശരത്ത് നിന്നിട്ടുണ്ടാവും. ഇത്ര മണിക്കൂർ നിന്നാലാണ് ശരത്തിൽ. രാവിലെ 5:30 മുതൽ അവിടെ ആളുകൾ ഇങ്ങനെ 8 മണിക്ക് മുതലാണ് OP തുടങ്ങണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാവിലെ 5 മണിയാകുമ്പോഴേ അവരവരുടെ ഒന്നെങ്കിൽ തോർത്തോ ബുക്കോ എന്തെങ്കിലും കൊണ്ടുവച്ച് സ്ഥാനം ഉറപ്പിക്കും, രാവിലെ വന്നിരിക്കണം. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ബുക്ക് ചെയ്യാനുള്ള സിസ്റ്റം അല്ലെങ്കിൽ OP ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള സർക്കാർ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗത്തിലില്ല എന്നുള്ളതാണ്. ഇനി OP ടിക്കറ്റ് പുതുക്കണമെങ്കിൽ മറ്റൊരു ക്യൂവിൽ നിൽക്കണം. ഇനി അതല്ല ബ്ലഡ് ടെസ്റ്റ് തുടങ്ങി മറ്റൊരു ക്യൂ ആണ്. ഈ ക്യൂ സിസ്റ്റങ്ങളൊക്കെ ഒഴിവാക്കി, ഞാൻ പറഞ്ഞത്, ഞാൻ 1 രൂപയുടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത് UPI ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേക്കിന് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. ഈ വിവാദങ്ങളിടയിലും ഇപ്പോൾ 1 രൂപ സാധാരണ, ഞാൻ പറഞ്ഞത് നിരക്ഷരരായ വഴിയോര കച്ചവടക്കാർ വരെ ഇപ്പം UPI കോഡ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് നമ്മളൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് 21ാം നൂറ്റാണ്ട് 2025 എത്തുമ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ആളുകളുടെ ഈ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ അന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടോക്കൺ നൽകാൻ ഒരു ജീവനക്കാരൻ, ആ ജീവനക്കാരന് കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി മതി അതിന്റെ മെയിൻ്റെനൻസ്, ഒരു മെഷീൻ അവിടെ. ഇപ്പം ഒരു ടോക്കണിന് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടോക്കൺ നമ്പർ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ഒരാളെ റിസപ്ഷനിൽ ഇത്ര അയാളുടെ ജാടയാണെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല, ഒരിടത്തും ഇല്ല. ഉള്ള കാര്യം പറയാലോ. ഇപ്പം ഏത് സർക്കാർ ഞാൻ കണ്ടിട്ടില്ല മാന്യമായിട്ട് പെരുമാറുന്ന ഒരു റിസപ്ഷനിസ്റ്റിനെ സർക്കാർ ആശുപത്രി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടെയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ എല്ലാം ഫ്രസ്ട്രേഷൻ ആണ് ഈ ആളുകൾ ഡോക്ടർമാരുടെ ചിലപ്പോൾ പറയുന്നത്. കാരണം ഇത്രയും ക്യൂ, നേരത്തെ മനുഷ്യ പറയുന്നത് OP എടുക്കുക, അത് കഴിഞ്ഞിട്ട് ക്യൂ വേണം ഡോക്ടറെ കാണാൻ വേണ്ടി അടുത്ത 2 മണിക്കൂർ 3 മണിക്കൂർ ക്യൂ, ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡോക്ടർ തിരിച്ചു ഈ ഒരു 2-3 മണിക്കൂർ ഡോക്ടർ പറയുന്നത് ഇത് പറ്റില്ല, ഇവിടെ പറ്റില്ല, അപ്പുറത്ത് പോകും എന്ന് 2 സെക്കൻഡ് പോലും കാണില്ല. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു കാര്യങ്ങൾക്ക് പരിഹാരവും വരുന്നില്ല, ഡോക്ടർക്കും രോഗിക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇതാണ് ഹാരിസ് ചിറക്കലിന് സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇത്രയും ക്യൂ നിന്ന് ഒരുപാട് പോരാട്ടങ്ങൾക്ക് ഒടുവിലായിരിക്കും ഒരു രോഗി ഡോക്ടറിന്റെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ ഡോക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ഫ്രസ്ട്രേഷൻ ആലോചിക്കുക, അതാണ് ഇവിടെ കാണിച്ചത്. സ്വാഭാവികമായിട്ടും ഹാരിസ് ചിറക്കൽ, മന്ത്രി വീണ ജോർജ് ഒക്കെ വലിയ രീതിയിൽ, അതെ, ഹാരിസ് ചിറക്കലിന്റെ സിസ്റ്റം നല്ല ഡോക്ടറാണ്, ശുദ്ധനാണ്, നല്ല ആളാണ്, എന്തായാലും പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ ജോർജ്, അങ്ങനെയാണെങ്കിൽ വീണ ജോർജ് അല്ലേ കള്ള പറഞ്ഞത്? സിസ്റ്റം ശരിയാക്കുക എന്താണ് ചെയ്തത്? മൊത്തം ഒരു സിസ്റ്റം ആണല്ലോ ഈ സർക്കാർ ആശുപത്രികൾ, അതിന് കീഴിൽ വരുന്ന ഡോക്ടർ എല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ? ആ സിസ്റ്റത്തെ എന്തുകൊണ്ട് അവർക്കൊന്നും നേരെയാക്കാൻ പറ്റുന്നില്ല? എത്രയും കാലം നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്, പ്രൈവറ്റ് ആശുപത്രിയുടെ മാതൃക സ്വീകരിച്ചാൽ മാത്രം മതി. എത്രമാത്രം കൈകാര്യം ചെയ്യുന്നു നമുക്കറിയാം. ഇവിടുത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും തിരക്ക് കൂടുതലാണ് ഇപ്പോൾ. ഇപ്പൊ സർക്കാർ ആശുപത്രിയിലേക്കാളും തിരക്കുകളുണ്ട്. കാരണം പണം ഇൻഷുറൻസ് എടുത്തെങ്കിലും അവരവിടെ നോക്കാൻ, കാരണം ഇൻഷുറൻസ് എടുക്കും, കാരണം അവർക്ക് നല്ല ചികിത്സ കിട്ടണമെങ്കിൽ അതേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് അവർ അങ്ങോട്ട് പോകുന്നത്.
ആ ഒരു മാതൃക പിന്തുടർന്നാൽ പോരെ ഇവിടെ. എപ്പോഴും നമ്മൾ മറ്റേ PPP മോഡലിനെ എതിർക്കുന്ന വലിയൊരു സമൂഹമാണുള്ളത്. അവിടെ തന്നെ യൂണിയനുകൾ, അതിനകത്ത് കുറെ പ്രവർത്തകർ, അതിനുവേണ്ടി എല്ലാവരും പ്രൈവറ്റിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നത്. ഇപ്പൊ എനിക്ക് ഒരു അസുഖം വന്ന് ഞാൻ പ്രൈവറ്റിനെയാണ്. ഒരു സമരം വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ പോയൊരു അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ചു, ഡോക്ടർമാർ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ആവശ്യത്തിന് വേണ്ടി സമരം, ചിലപ്പോൾ ഒരു ന്യായമില്ലാത്ത സമരത്തിന്റെ പേരിൽ ഒരുപാട് പേരായിരിക്കും 1-2 ദിവസം അവിടെ ആശുപത്രി കിടക്കേണ്ടി വരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക്. ഹാരിസ് ചിറക്കലിനെ പോലെ ഒരുപാട് ആളുകൾ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അത് ഉറച്ചു നിൽക്കാനും അവർക്ക് പറ്റുന്നുണ്ട്. ഹാരിസ് ചിറക്കലിന്റെ ഒരു സമരമാണ്, അത് ഒറ്റയാൾ സമരമാണ്, സിസ്റ്റത്തെ മൊത്തം പിടിച്ചു കുലുക്കുക. ഇതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാരുത്. ഒരുപാട് അനാസ്ഥകൾ നടക്കുന്നുണ്ട്. നമ്മൾ വികസന സൂചികയിൽ മുൻപിലാണ്, നമുക്ക് പിടിച്ചു നിന്നേ പറ്റുള്ളൂ. നേരാക്കൽ മന്ത്രി പറയുന്ന സിസ്റ്റത്തെ തന്നെയാണ് വേണ്ടത്. അത് കുറെ കാലങ്ങളായിട്ട് പല പ്രതിപക്ഷ പാർട്ടികളും മാറി മാറി വരുന്നതും പറഞ്ഞുകൊണ്ട്, പക്ഷേ സിസ്റ്റം ഇതുവരെ ശരിയായിട്ടില്ല. ഈ ഒരു സംഭവം വന്നിട്ട് പോലും ഈ ഒരു വിവാദം ഉപകരണങ്ങളെത്തി. പക്ഷെ നാളെയും പഴയപടി തന്നെ പോലെ തന്നെ കാര്യമാണ്. അവിടുത്തെ യൂണിയനുകൾ തീരുമാനിക്കുക നമുക്ക് നല്ലത്. കാര്യം നമ്മുടെ നേരത്തെ പറയുന്നത് ആരോഗ്യ കേരളം ഒന്നാമതാവണം. ഇനിയും അങ്ങനെ നിലക്കുന്നുണ്ടെങ്കിൽ ഈ മറച്ചു വെച്ച സംഖ്യകളൊന്നുമല്ല. ഇപ്പൊ കോവിഡിന്റെ കേസിനടക്കം പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത് കേരളം പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിക്കുക, ഇത്തരം പോരായ്മകൾ മാറ്റി നിർത്തുക. അങ്ങനെ ആരോഗ്യ കേരളം ഒന്നാമതായി അതിൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടതെന്നാണ് പറയാനുള്ളത്.